സിയാം എന്ന് പറയുന്ന ഒരു തായ് സോംബി ഹൊറർ മൂവിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. സോ റീസെന്റ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുള്ള ഒരു ഹൊറർ മൂവിയാണ്. സോ ഈ മൂവിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൂവിയിൽ അങ്ങനെ ന്യൂഡിറ്റിയോ സെക്ഷുവൽ സീൻസോ അങ്ങനെയൊന്നുമില്ല. പക്ഷേ നല്ല രീതിയിൽ വയലൻസ് ഓഫർ ചെയ്യുന്ന, പ്രൊഫാനിറ്റി അല്ലെങ്കിൽ ഒരു വയലൻസ് ഓഫർ ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ ആ ഒരു രീതിയിൽ തന്നെ കാണുക. സോ ഈ ഒരു സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ ആ ഒരു സോംബി ഔട്ട് ബ്രേക്ക് ഉണ്ടാകുന്നു. സോ ആ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അവിടെ ആ ഒരു ഗേൾ ഫ്രണ്ട് അകപ്പെട്ടിട്ടുണ്ട് ഇതിലെ നായകന്റെ. സോ ഈ നായകൻ എന്ന പ്രൊഫഷണൽ ബോക്സർ ആയിരുന്നു, ഒരു എക്സ് പ്രൊഫഷണൽ ബോക്സറുടെ ക്യാരക്ടറാണ്. സോ അദ്ദേഹം ഈ ഒരു ഗേൾ ഫ്രണ്ടിനെയും അതിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കുട്ടിയെയും ഒക്കെ എങ്ങനെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ കോർ സ്റ്റോറി. എല്ലാ സോംബി മൂവിയും പോലെ തന്നെ ഇതിൽ ആക്ഷൻ കൊറിയോഗ്രഫിയും അതുപോലെ തന്നെ ആ ഒരു വിഷ്വൽസിനും, അതായത് ഈ ഒരു സോംബിയുടെ ആ ഒരു മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും, ആ ഒരു CGI അതിനൊക്കെ തന്നെയാണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു ആക്ഷൻ കൊറിയോഗ്രഫി എസ്പെഷ്യലി ഈ സിനിമയുടെ ഒരു വലിയ പോസിറ്റീവാണ്. സോ അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ്. കാര്യമായി ലോജിക്ക് നോക്കാതെ കണ്ടാൽ മാത്രം മേ ബി വർക്കൗട്ട് ആവാൻ ചാൻസ് ഉള്ള ഒരു മൂവിയാണ്. അല്ലാതെ നോക്കുവാണെങ്കിൽ അനുഭവം ഒരു ഫൺ റൈഡ് എന്ന രീതിയിൽ വേണമെങ്കിൽ, അതായത് ഒരു ഫണ്ണി വാച്ച് അല്ലെങ്കിൽ ടൈം പാസ് വാച്ച് എന്നുള്ള രീതിയിൽ മേ ബി കണ്ടു മറക്കാം. അതല്ലാതെ നോക്കുകയാണെങ്കിൽ കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. സോ ഒരു പൊളിറ്റിക്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുന്നതിൻ്റെ കൂടുതൽ കാരണങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കാതെ പോകുന്ന ഒരു മൂവിയാണ്. അതുകൊണ്ട് തന്നെ സിനിമ കാര്യമായ ഇമ്പാക്റ്റ് ഇവിടെ ഉണ്ടാക്കുന്നില്ല എന്നുള്ളത് സിനിമയുടെ ഒരു നെഗറ്റീവാണ്. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇതിപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്.